ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തസ്നി വ്ളോഗിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ എന്താ പരിപാടി? പൂരത്തിനാണ് അമാലിയ. ഇന്നെവിടെ പൂരം? പട്ടാമ്പില്ല, നാലങ്ങാടി. അപ്പൊ അതെ ഞങ്ങളെ ഇവിടുത്തെ പൂരത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എല്ലാം റെഡി ആയില്ലേ? അപ്പൊ അതെ ഞാനും കുട്ടികളുണ്ട്, പിന്നെ 2 നാത്തൂമാരുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ നടന്നു പോവാണ്. ഇതിന് എടുത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ അമ്പലത്തിൽ പൂരാണ്. അപ്പൊ ഇനി കൂടുതൽ വിശേഷം പോണേക്ക് കാണാം. പൂരത്തിന് പോലാ മാലിയ? സെറ്റ്? ഓക്കെ, അപ്പൊ ടാറ്റ എടുക്ക്. അപ്പൊ ഞങ്ങളിന്ന് പൂരത്തിന് പോകാം കേട്ടോ. ഇവിടെ ഇത് അത്യാവശ്യം നടക്കാൻ കേട്ടോ. പൂരത്തിൻ്റെ അങ്ങോട്ട് 1 കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ടാവും. പറഞ്ഞോ. അപ്പം ഞങ്ങൾ ദേ വഴിക്കൂടെ കേട്ടോ പൂരത്തിന് പോകണത്. ഞങ്ങൾ ഈ പാടത്ത് കൂടെ പോയി കഴിഞ്ഞാൽ വേഗം അമ്പലത്തിനോട് എത്തും കേട്ടോ. പോവല്ലേ? സെറ്റ്? ഞങ്ങളിത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പാടത്ത് കൂടെ കേട്ടോ പോണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഒരു പറഞ്ഞോട് എത്താനായിട്ടോ. ഐറ നടക്ക്. ഐറ നമ്മളെ ക്ഷീണിച്ചാ? ഐറ ക്ഷീണിച്ചാ? കുറച്ച് നടക്കാൻ കേട്ടോ. മോളൊക്കെ ടയർഡായിക്കണ്. ഇതൊക്കെ ഞങ്ങൾ ആദ്യം സ്കൂൾക്ക് പോരുന്ന വഴി കേട്ടോ. ഇത്ര നടക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിത് പൂരം തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടോ. ഞങ്ങൾ പൂരം തുടങ്ങുന്ന സ്ഥലത്തിനോടൊക്കെ എത്താനായി. അപ്പോൾ അത് കാളൊക്കെ റെഡി സെറ്റായി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് കേട്ടോ ഫസ്റ്റ് കളി തുടങ്ങുക. അങ്ങനെ ഞങ്ങളിത് ഇവിടേക്ക് എത്തിയപാടെ പൂരത്തിൻ്റെ ഹൈലൈറ്റിന് എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ഐസ്ക്രീം ആവും. അങ്ങനെ മക്കൾക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഞങ്ങളിത് അങ്ങനെ ഐസ്ക്രീം മേടിക്കുക കേട്ടോ. ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. അങ്ങനെ മക്കൾക്ക് ഐസ്ക്രീം വാങ്ങി എന്നിട്ട് ഞങ്ങളങ്ങനെ കളി തുടങ്ങുക കേട്ടോ. കളി ഞങ്ങൾ എത്തുമ്പോൾ തന്നെ കളി കൊട്ട് റെഡിയായി നിൽക്കുകയാണ്. എന്ന് 6 മണി കഴിഞ്ഞ് തുടങ്ങുമ്പോൾ പൂരത്തിൻ്റെ കൊട്ടും പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പൂരം തുടങ്ങുക കേട്ടോ. അങ്ങനെ ഇത് കൊട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പൂരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കാള കേട്ടോ. അങ്ങനെ ഇത് കാളനെ ഇവിടുത്തെ കൊട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോവുകയാണ് അമ്പലത്തിലോട്ട്. അങ്ങനെ ഇത് കാളയുടെ ബാക്കിൽ ഞങ്ങളും പോയിട്ടോ. ഞങ്ങൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാറിൻ്റെ ബാക്കിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ കാള കൊണ്ട് കറക്റ്റ് നാലങ്ങാടി സെൻറ്ററിൽ എത്തിയിട്ടോ. അങ്ങനത്തെ കുട്ടികൾ ഐസ്ക്രീം വേണം പറഞ്ഞ് വാശി പിടിച്ച് 2ാമത് വീണ്ടും ഐസ്ക്രീം വാങ്ങി. ഇന്ന് അത്യാവശ്യം നല്ല ഐസ്ക്രീം കഴിച്ചിരിക്കണം. അപ്പോൾ ഇതാണ് നാലങ്ങാടി സെൻറ്റർ. ഇവിടെ അടുത്താണ് അമ്പലം. അങ്ങനെ നല്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാളമ്മ ലൈറ്റൊക്കെ ഓണാക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പൂരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കാളയാണ്. അങ്ങനെയൊക്കെ ഓരോ ഭാഗത്തുള്ള കാളകളൊക്കെ എല്ലാം കളിച്ചിട്ടാണ് മക്കളൊക്കെ അത് പെറുക്കിട്ട് കളിക്കുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴാട്ടോ കാളകൾ ഇങ്ങനെ വരവ് തുടങ്ങിയത്. ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നുള്ള കാളകളും വന്നിരുന്നു.
അത്യാവശ്യം നല്ല കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പൂരമായിരുന്നു. ഈ പൂരത്തിനാകുമ്പോൾ നല്ല സമാധാനം കേട്ടോ. ഇങ്ങനെ അപകടം വരുന്ന ഒന്നും ഉണ്ടാവാറില്ല. കാളൊന്നൊന്നും അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇത് ഓരോ ഭാഗത്തുള്ള കാളുകൾ ഇങ്ങനെ വരൽ തുടങ്ങി കേട്ടോ. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പൂരം തുടങ്ങാൻ അത്യാവശ്യം നല്ല ടൈമായിരുന്നു കേട്ടോ. കാളകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം ഒരു 5-6 കാളകളൊക്കെ ഉണ്ടാവും കേട്ടോ ഓരോ ഭാഗത്തായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. കാളയുടെ കൊമ്പുകളൊന്നും ഉയർത്തിയിട്ടില്ല, കാരണം മുകളിൽ കൂടെ വെയിൽ പോകുന്നുണ്ടാകും. അതൊക്കെ നിർത്തിയ പൂരപ്പുറത്ത് നല്ല ഭംഗിയായിട്ട് കാണാൻ. കൊണ്ടുപോകുക കേട്ടോ. അങ്ങനെ അത്യാവശ്യം കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് കാളകളെ അങ്ങനെ കൊണ്ടുപോകണം ഓരോന്നോരോന്നായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ രാത്രിയായപ്പോൾ. അങ്ങനത്തെ വീണ്ടും ലാസ്റ്റത്തെ കലാശക്കൊട്ട് എന്നൊക്കെ പറയില്ലേ, ഇവിടുത്തെ റോട്ടിൽ കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി വേറെ ഉണ്ടാവും. അങ്ങനെ നല്ല അടിച്ചു പൊളിച്ചിട്ട് പൂരം എന്തായാലും പ്രശ്നം ഞങ്ങളിവിടുത്തെ നല്ല അടിപൊളി പൂരമായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സുകളെ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ ഞങ്ങളിത് പൂരപ്പറമ്പ് പോയി. ഞങ്ങൾ കൊല്ലം പൂരത്തിന് പോയാൽ വളടൽ മസ്റ്റാണ്. അത് വളയിട്ട് രാത്രി പൂരപ്പറമ്പിലൊക്കെ തിരക്കാട്ട് കാണുന്നത്. അങ്ങനെ ഞാൻ മക്കൾക്ക് വള വാങ്ങി മക്കൾക്ക് കളിക്കുന്ന മേടിച്ച് അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് പോരുകയാട്ടോ. ഞങ്ങളിത് പൂരം കഴിഞ്ഞ് വീട്ടിലെത്തി. പൂരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5-5:45 ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേന് 6 മണിയായി. പിന്നെ അങ്ങനെ പൂരമൊക്കെ കണ്ട് പൂരം നല്ല അടിപൊളി പൂരമായിരുന്നു. അങ്ങനത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പൂരപ്പുറം പോയിട്ട് ഒരുപാട് ഫ്രണ്ട്സുകളെ കണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറയുമ്പോൾ പൂരം കാണാൻ പറ്റി. ഒരുപാട് +2 കഴിഞ്ഞിട്ട് തന്നെ കണ്ടായിരുന്നില്ല അവരൊക്കെ കണ്ട് സെൽഫി എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായതുകൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി അടുത്ത വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ബൈ.